അറഫ നോമ്പ് അത് ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം തന്നെ നമ്മൾ അനുഷ്ഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ആ ദിവസത്തിനാണ് അറഫ ദിവസം എന്ന് പറയുക. അപ്പോൾ അന്നാണ് ഹജ്ജിന് പോകാത്ത ആളുകൾ നോമ്പ് നോക്കേണ്ടത്. അതാണ് സഹീഹ് മുസ്ലിമിലെ സുഇല അൻ യൗമി സൗമി അറഫ എന്നുള്ള ആ ഹദീസിൽ നിന്നൊക്കെ കിട്ടുന്ന പാടെന്താ? അറഫ ദിവസം ആണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത്. ഇത് ചില ആളുകൾ എപ്പോഴാണ് നോക്കണറിയങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിൽ മക്കത്ത് പെരുന്നാളാകുമ്പോൾ അറഫ സമ്മേളനമൊക്കെ കഴിഞ്ഞ് അറഫയിലുള്ള നിൽക്കലൊക്കെ കഴിഞ്ഞ് മുസ്ദലിഫയിൽ രാപ്പാർക്കലും കഴിഞ്ഞ് പിറ്റേ ദിവസം ജംറത്തുൽ അഖബയിലൊക്കെ കല്ലെറിഞ്ഞ് ബലിയറുത്ത് മുടിയൊക്കെ നീക്കി പെരുന്നാൾ ആഘോഷിക്കുകയാണ് അവർ. അല്ലെങ്കിൽ പിന്നെ ദുൽഹജ്ജ് 10 യൗമുൻ നഹറിലാണ് അവർ. ആ ദിവസമാണ് പിന്നെ ഇവിടെ പല ആളുകളും അറഫ നോമ്പ് നോക്കുന്നത്. അറഫ കഴിഞ്ഞിട്ട് എത്രയോ സമയമായി. അപ്പോൾ ഇവരിതിന് ന്യായം പറയാറുള്ളത് മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഇസ്ലാമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറഫ എന്നായിരുന്നു, അറഫ ഏത് ദിവസമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് അറിയാൻ തുടങ്ങിയത്. അതിന് മുമ്പും ഇതൊന്നും ഈ വാർത്താ വിതരണ സമ്പ്രദായം അല്ലെങ്കിൽ റേഡിയോ വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അറഫ ദിനമുണ്ടായിരുന്നു. അത് ദുൽഹജ്ജ് 9-നാണ്. അപ്പോൾ ഓരോ നാട്ടിലും ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നോക്കേണ്ടതെന്നൊക്കെ ഓരോ ആളുകൾ വാചോടാപം നടത്തിയിട്ട് അവരുടെ ആ നാക്കിൻ്റെ ആ ഒരു വാചക കസർത്തുകൾ നടത്തി ജനങ്ങളെ വിഡ്ഢിത്തത്തിലേക്ക് നയിക്കുകയാണ്. ഓരോ നാട്ടിലും ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നോക്കേണ്ടതെന്നൊക്കെ ഓരോ ആളുകൾ വാചോടാപം നടത്തിയിട്ട് അവരുടെ ആ നാക്കിൻ്റെ ആ ഒരു വാചക കസർത്തുകൾ നടത്തി ജനങ്ങളെ വിഡ്ഢിത്തത്തിലേക്ക് നയിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി, ഇദാ റഅയ്തുമൂഹു ഫസൂമു വ ഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. ഒരു ഹദീസാണ്, പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ മറ്റൊരു വചനം, അസ്സൗമു യൗമ തസൂമൂന വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ വൽ അൽഹാ യൗമ തുലഹൂൻ എന്നുള്ള വചനം എന്ന് പറഞ്ഞാൽ നോമ്പ് അവര് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതുപോലെ തന്നെ നോമ്പ് മുറിക്കല് അത് എപ്പോഴാണ് അവര് ആ നാട്ടുകാര്, നമ്മള് ജീവിക്കുന്ന നാട്ടുകാര് നോമ്പ് തുറക്കുന്നത് എപ്പോഴാണ്? അവരോടൊപ്പം നോമ്പ് തുറക്കുക, അവരോടൊപ്പം നോമ്പ് അനുഷ്ഠിക്കുക. അവര് ഉളുഹിയത്ത് നിർവഹിക്കുമ്പോൾ നിങ്ങളും ആ ബലിപെരുന്നാള് കൊണ്ടാടുക എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെയൊക്കെ പൊരുൾ. അപ്പൊ ഈ വചനങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം സ്പഷ്ടമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ മക്കയിലെ ചന്ദ്രോദയം ഉണ്ടാകുന്ന അതേ സന്ദർഭത്തില് മറ്റുള്ള വിദൂര ദിക്കുകളിൽ നാടുകളിൽ, അന്യനാടുകളിൽ ചന്ദ്രോദയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് വ്യത്യസ്തമാകും. അത് പിന്നെ ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയവ്യത്യാസത്തിൻ്റെ ആ കാരണം മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, വബിനാഉൻ അലാ ഹാദാ സൂമു വഅഫ്തിറു കമാ യസൂമു വയുഫ്തിറു അഹ്ലുൽ ബലദില്ലദി അൻതും ഫീഹി എന്നുള്ളതാണ്. ഇതിനൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് മുറിക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾ ഏതൊരു നാട്ടിലാണോ ആ നാട്ടുകാർ നോമ്പ് നോക്കുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും ഒക്കെയാണെന്നാണ്. ഇതാണ് വകദാലിക യൗമ അറഫ ഇത്തബഉൽ ബലദ് അല്ലദീ അൻതും ഫീഹി. നിങ്ങൾ കുടികൊള്ളുന്നതായ നാട്ടുകാർ എപ്പോഴാണോ അറഫ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് ആ സന്ദർഭത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ് മജ്മുഉൽ ഫതാവ. ഇത് മജ്മു ഫതാവ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ്റെ ഫതാവ സമാഹാരമാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത് ഒക്കെ മുന്നിൽ വെച്ച് നമുക്ക് പറയാനുള്ളത്, കേരളത്തിലുള്ള ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ദുൽഹജ്ജ് 8-നാണ് ഇവിടെ ഹാജിമാര് അറഫയിൽ സമ്മേളിക്കുക. ആ അറഫ ദിവസത്തെ നോമ്പ് ദുൽഹജ്ജ് 9-ന്, നമ്മുടെ നാട്ടിലെ 9-ന് എന്ന് പറഞ്ഞാൽ ഇവിടെ സൗദി അറേബ്യയിൽ അന്ന് പെരുന്നാളായിരിക്കും, അന്ന് അനുഷ്ഠിച്ചാലും
കുഴപ്പമില്ല. കാരണം ഈ വചനത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ നാട്ടുകാരെന്നാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത്, നോമ്പ് മുറിക്കുന്നത്, അതിനനുസരിച്ച്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവരെപ്പോഴാണ് ഈ ചന്ദ്രോദയം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ആ വചനത്തിന്റെ താല്പര്യപ്രകാരമാണ്